കൊല്ലത്ത് ഇതിനിടയിൽ പേവിഷബാധയേറ്റ 7 വയസ്സുകാരിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. പെൺകുട്ടി തിരുവനന്തപുരം SAT ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ജീവൻ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നതായി ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നു. പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റ് മരിച്ച 13-കാരിയുടെ രക്ഷിതാക്കൾ ആരോഗ്യവകുപ്പിന് പരാതി നൽകാനുമാണ് നീക്കം. ഇതിനിടയിൽ മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം ഒരു സംഭവമുണ്ടായി. ആ കുട്ടിയുടെ മാതാപിതാക്കൾ അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കണ്ട് തങ്ങളുടെ പരാതികൾ ഉന്നയിക്കും എന്നുകൂടി വ്യക്തമാവുന്നുണ്ട്. ഡോക്ടർ രാജീവ് ജയദേവൻ നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ സ്വാഗതം. എന്താണ് നമ്മുടെ സമൂഹത്തിന് ആരോഗ്യ മേഖലയ്ക്ക് പറ്റിയത് എന്നൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം ഈ കണക്കുകളാണ് നമുക്ക് മുന്നിലുള്ളത്. ഒന്ന്, 10 മടങ്ങ് പട്ടികടി ഏൽക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. അതിനപ്പുറം വാക്സിൻ സുരക്ഷിതമല്ലേ എന്നൊരു വലിയ ചോദ്യം ഉയരുകയാണ്. ഒരുപക്ഷെ വാക്സിൻ വിരുദ്ധർ ഉള്ള ഒരു സമൂഹം കൂടിയാണ് നമ്മുടേത്. അതുകൊണ്ട് അവരൊക്കെ ഇതിനെ ഈ സാഹചര്യത്തെ ഉപയോഗിക്കാനും കൂടി സാധ്യതയുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഡോക്ടർ? ഇപ്പോൾ വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ സാങ്കല്പികമായി ഒരു പേപ്പട്ടി കഴിച്ചതിന് ശേഷം ഒരാൾ എടുത്തില്ല എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഈ വിരുദ്ധരുടെ പ്രചാരണമെല്ലാം കേട്ട് അല്ലെങ്കിൽ വാർത്തകൾ കേട്ട് തെറ്റിദ്ധരിച്ചതിന് ശേഷം ഒരാൾ എടുത്തില്ല എന്നിരിക്കട്ടെ. മുഖത്തോ തലയിലോ സാരമായിട്ടുള്ള മുറിവേറ്റ വ്യക്തിയാണെന്നിരിക്കട്ടെ. പേപ്പട്ടിയാണ് കടിച്ചത്. എന്ത് സംഭവിക്കും എന്ന് എത്ര പേർക്കറിയാം? 10-ൽ 8 പേർ മരണപ്പെടും. ഇത് പബ്ലിഷ് ഡേറ്റയാണ്. അതായത് പേവിഷബാധയുള്ള നായ കടിച്ചു കഴിഞ്ഞാൽ വാക്സിൻ എടുക്കാത്ത സാഹചര്യത്തിൽ 80% വരെയാണ് മരണനിരക്ക്. അതായത് 10-ൽ 8 പേർ മരണപ്പെടുന്നതാണ്. അപ്പോ എത്ര ഭീകരമാണ് ഇതിന്റെ അവസ്ഥയെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വാർത്തകളും പ്രചാരണവും മറ്റും കേട്ട് ഇനി വാക്സിൻ എടുത്തിട്ട് കാര്യമില്ല എന്നുള്ള തോന്നൽ ആർക്കെങ്കിലും ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ കൂടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ കണക്കിൽ 3.1 ലക്ഷം ഡോഗ് ബൈറ്റ് ആണ് സംഭവിച്ചത്. അതിൽ 1/3 തെരുവ് നായയുടെ കടിയാണ്. ആലോചിച്ച് നോക്കൂ, ഒരു സംസ്ഥാനത്ത് 1 ലക്ഷത്തിലധികം വ്യക്തികൾക്ക് തെരുവ് നായയുടെ കടിയേൽക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുക? ഇതെങ്ങനെയാണ് നമ്മൾ നോർമലൈസ് ചെയ്യുക? നോർമലൈസ് എന്നുള്ള വാക്കുണ്ട്. അതായത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത കാര്യങ്ങൾ പതിവായി നടക്കുമ്പോൾ അത് നോർമലൈസ് ചെയ്യപ്പെടുന്നു. പക്ഷെ അത് സമൂഹം നോർമലൈസ് ചെയ്താലും അത് തെറ്റായി തന്നെ നിലകൊള്ളുകയാണ്. ആ രീതിയിൽ വേണം നമ്മൾ ഈ പ്രശ്നത്തെ സമീപിക്കാനായിട്ട്. തെരുവുനായയെ സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞുള്ള പല രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ ഭാഗത്തും ചില ന്യായങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആത്യന്തികമായി നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല. നായയുടെ കടി മാത്രമല്ല, കടിയേറ്റവർ മരണപ്പെടുന്നു. അതും ചികിത്സ കൊടുത്തിട്ടും മരണപ്പെടുന്നു എന്നുള്ളത് നല്ലതുപോലെ ചിന്തിച്ച് വിലയിരുത്തി പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. ഇത് നമ്മൾ ഒരു ചർച്ചയിലൊന്നും തീരും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതാണ് ഇതിന്റെ ബിഗ് പിക്ചർ എന്ന് പറയും. ഇനി നമുക്ക് അതിന്റെ ഫൈൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. എന്തുകൊണ്ട് വാക്സിൻ എടുത്തിട്ടും മരണപ്പെട്ടു? 2 കാരണങ്ങളാണ് പ്രധാനമായും അവിടെയുള്ളത്. ഒന്ന്, മറ്റേ കടിയുടെ തീവ്രത അല്ലെങ്കിൽ മുറിവിന്റെ തീവ്രതയും മുറിവിന്റെ സ്ഥാനവും. നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്കറിയാം, അവർക്ക് ഉയരം കുറവായതിനാലും അവർ പെട്ടെന്ന് വീണു പോകുന്നതിനാലും അവർക്ക് ഈ ഓടി ഒളിക്കാനുള്ള അല്ലെങ്കിൽ ഉയരത്തിൽ കയറി പിടിച്ച് നായയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാലും അവർക്ക് പലപ്പോഴും കടി ഏൽക്കുന്നത് നായയുടെ ഹൈറ്റിൽ നിൽക്കുമ്പോൾ നായയ്ക്ക് കടിക്കാൻ എളുപ്പം അവരുടെ മുഖവും ചെവിയും മൂക്കും തലയും മറ്റുമാണ്. അവിടെ കടിയേറ്റു കഴിഞ്ഞാൽ ഈ വാക്സിൻ എടുത്താലും ചിലപ്പോൾ അപൂർവമായി തന്നെ അത് പേവിഷബാധ ഏൽക്കുന്നതായിട്ട് കൺഫേംഡ് റിപ്പോർട്ട്സ് ഉണ്ട്. അതാണ് അപ്പാരന്റ് കേസസ് ഓഫ് വാക്സിൻ ഫെയിലിയർ എന്ന് പറയുന്നത്. അതായത് വാക്സിൻ പരാജയപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിന്റെ പശ്ചാത്തലമാണ് ഞാൻ ഈ ആദ്യം വിവരിച്ചത്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വാക്സിൻ ഫലവത്താകാതെ ഇരിക്കുക എന്നുള്ളതാണ്. വാക്സിൻ ഫലവത്താകാതെ ഇരിക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന്, വാക്സിൻ ഇപ്പൊ ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ നിന്നുമുള്ള ചില പഠനങ്ങൾ അവിടെ ഇലക്ട്രിസിറ്റി, അതായത് വളരെ കാലം ബ്ലാക്ക് ഔട്ടുകളും ഇലക്ട്രിസിറ്റിയുടെ ഷോർട്ടേജുമുള്ള കുറവുമുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു.
ആ പ്രദേശങ്ങളിലുള്ള ആശുപത്രികളിൽ സൂക്ഷിച്ചിരുന്ന റേബീസ് വാക്സിനിൽ അതിന്റെ ഫലപ്രാപ്തി കുറഞ്ഞതായിട്ട് അവർ കണ്ടെത്തിയതായി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ശാസ്ത്രീയമായിട്ടുള്ള പബ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഏറെക്കാലമായിട്ട് ഇത് ചൂടത്തിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട വാക്സിൻ വെയിലത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കറണ്ട് ഇല്ല, അത് ഏറെ നേരമായിട്ട് ഇത് ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാക്സിൻ വർക്ക് ചെയ്യില്ല. അത് റേബീസ് വാക്സിൻ മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന അത്യാവശ്യം എല്ലാ വാക്സിനുകളും ഈ ഒരു നിയമം ബാധകമാണ്. കാരണം അവയുടെ ഫലപ്രാപ്തി 2 to 8 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് അവ സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ പറയാം, നമ്മുടെ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിനുള്ളിലുള്ള സാധാരണ ടെമ്പറേച്ചർ 4 ഡിഗ്രീസ് ആണ്. അപ്പോൾ 2 to 8 ഡിഗ്രീസിലാണ് ഈ വാക്സിൻ സൂക്ഷിക്കേണ്ടത്. അത് സൂക്ഷിക്കേണ്ടത് വാക്സിൻ സൂക്ഷിക്കേണ്ട ഫ്രിഡ്ജുകളുണ്ട് ആശുപത്രികൾ. നമ്മുടെ സാധാരണ ഫ്രിഡ്ജിൽ ഇത് വെക്കാറില്ല. ഞാനത് അതിന്റെ കമ്പാരിസന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് ഒരു കാരണമാണ്. അതായത് അങ്ങനെ സംഭവിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. പാകിസ്ഥാനിലെ സ്റ്റഡികൾ വളരെ വളരെ പ്രധാനപ്പെട്ട സ്റ്റഡിയാണ്. അവരാണ് ലോകത്തിന് കാട്ടിക്കൊടുത്തത്. അതായത് ഇങ്ങനെ കറണ്ടിന്റെ ഫെയിലിയർ, ഏറെക്കാലം കറണ്ടിന്റെ ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാമെന്നുള്ളത് അവിടെയുള്ള പഠനങ്ങളാണ് ലോകത്തിന് കാട്ടിക്കൊടുത്തത്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വാക്സിൻ കൊടുക്കുന്ന രീതിയാണ്. ഒരുപാട് മുറിവുകളുള്ള ഒരു വ്യക്തിയുടെ മുറിവുകളെല്ലാം വൃത്തിയായി കഴുകാനും ഓരോ മുറിവിലും ഈ സീറം കൃത്യമായി ഇഞ്ചക്ട് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി മൂന്നാമത്തേത്, നമ്മുടെ ഭാരതത്തിൽ നമ്മൾ ഇന്ത്യ, അതായത് WHO പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള വാക്സിന്റെ വിതരണം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ഇൻട്രാഡേർമൽ ആയിട്ടാണ്. ഇൻട്രാഡേർമൽ എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിന്റെ ഏറ്റവും ഉപരിതലത്തിൽ മാത്രം കൊടുക്കുന്ന ഒരു രീതിയാണ് ഇൻട്രാഡേർമൽ. അത് വളരെയധികം വൈദഗ്ധ്യത്തോടു കൂടി വേണം കൊടുക്കാനായിട്ട്. കുഞ്ഞുങ്ങളിൽ ഈ ഇൻട്രാഡേർമൽ ആയിട്ടുള്ള ഇഞ്ചക്ഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ചർമ്മം എന്ന് പറയുന്നത് തന്നെ, കുഞ്ഞുങ്ങളുടെ സൈസ് ചെറുതാണ്, അവർ അനങ്ങിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ അവർ കൈയോ കാലോ കൃത്യമായി അടക്കി പിടിച്ചെന്ന് വരികയില്ല. അപ്പോൾ ആ ചർമ്മത്തിനുള്ളിലേക്ക് നേരത്തെ സൂചി കടത്തി ആ ചർമ്മത്തിൽ ഒരു കൊതുക് കടിക്കുന്ന പോലെയുള്ള ഒരു പപ്പടം പൊള്ളുന്നത് പോലെയോ അല്ലെങ്കിൽ കൊതുക് കടിക്കുന്ന പോലെയുള്ള ഒരു തടിപ്പുണ്ടായി വരണം ഈ സൂചി ഇഞ്ചക്ട് ചെയ്യുമ്പോൾ. ഈ തടിപ്പുണ്ടായി വരുമ്പോഴാണ് നമുക്കറിയാവുന്നത് അത് ഇൻട്രാഡേർമൽ ഇഞ്ചക്ഷൻ ആണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇത് അല്പം കൂടി ബുദ്ധിമുട്ടാണ്. കാരണം അഡൽസിനാവുമ്പോൾ അത് അവർക്ക് വേദന കടിച്ചമർത്തി ഇരിക്കാനും മറ്റും പ്രശ്നം ഉണ്ടാവുകയില്ല. കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ കൈ വലിച്ചെന്നിരിക്കാം, ചിലപ്പോൾ കരഞ്ഞെന്നിരിക്കാം, ചിലപ്പോൾ കൈകാലിട്ട് അടിച്ചെന്നിരിക്കാം, നിലവിളിച്ചെന്നിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും, സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇൻട്രാഡെർമലായിട്ട് കൊടുക്കേണ്ട വാക്സിനാണ് നമ്മുടെ ഭാരതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന IDRV എന്ന് വിളിക്കുന്ന വാക്സിൻ. അപ്പൊ ഈ 3 ഘടകങ്ങളാണ് ഇവിടെയുള്ളത്. പിന്നെ ഫസ്റ്റ് എയ്ഡിന്റെ അപാകതകൾ ഒരു കുറ്റമായി കാണേണ്ടതില്ല. നമ്മളുടെ ഒരു കുഞ്ഞിനെ പെട്ടെന്നൊരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പൊതുവെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്രയും വേഗം എത്തിക്കുക എന്നുള്ളതാണ് സാധാരണ എല്ലാവരും തന്നെ ചെയ്യുക. എന്നാൽ ഉടൻ തന്നെ ടാപ്പിന്റെ അടിയിൽ നിർത്തി എല്ലാ മുറിവുകളും സോപ്പ് ഉപയോഗിച്ച് കഴുകുക എന്നുള്ള ഡോക്ടർമാർ പറഞ്ഞാൽ പോലും അത് എത്രത്തോളം അത് വാസ്തവത്തിൽ ഓൺ ദ ഗ്രൗണ്ട് നടക്കുന്നു എന്നുള്ളത് എനിക്കറിയുകയില്ല. കാരണം നമ്മൾ ആ ഷോക്കിൽ ചിലപ്പോൾ നമ്മളത് ചെയ്യാൻ വിട്ടുപോയെന്നിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പഴംതുണി എടുത്ത് മുറിവ് ഒന്ന് കെട്ടിവെച്ചതിന് ശേഷം പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നിരിക്കാം. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന 15 മിനിറ്റ് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ മുറിവിനകത്ത് നായയുടെ ഉമിനീരിൽ നിന്നും ഉള്ള വൈറസുകൾ നാടികളിൽ കയറി പറ്റിയെന്നിരിക്കാം. നിർഭാഗ്യവശാൽ നമുക്കറിയാം കേരളത്തിൽ 26 മരണങ്ങളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. നമ്മൾ ഓർക്കേണ്ടത് 3.25 ലക്ഷത്തോളം ഡോഗ് ബൈറ്റ് കേസുകളിൽ നിന്നാണ് 26 മരണങ്ങൾ ഉണ്ടായതെന്നും കൂടി നമ്മൾ ഓർക്കണം. അത് എല്ലാ ബൈറ്റുകളും റേബീസ് ആകണം എന്നുമില്ല. അതുകൊണ്ട് എത്രത്തോളം ഡോഗ് ബൈറ്റുകൾ കൂടുന്നുവോ അത്രത്തോളം റേബീസ് നടന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇതിന്റെ നിർഭാഗ്യകരമായിട്ടുള്ള വസ്തുത. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും അധികം ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ഗവൺമെന്റ് സൈഡിൽ നിന്നും വാക്സിന്റെ ഗുണനിലവാരത്തെ പറ്റിയുള്ള അന്വേഷണങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്ന പത്രത്തിലുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ബിഗ് പിക്ചർ നോക്കുമ്പോൾ ഇപ്പോൾ ഇത്രയും ആൾക്കാർക്ക് നായയുടെ കടിയേൽക്കുന്ന ഒരു സാഹചര്യം അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അത് ഇറ്റ് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ ഇൻ എ മോഡേൺ സൊസൈറ്റി എന്നുള്ളത് ജനങ്ങൾ തന്നെ പറഞ്ഞ് മുമ്പോട്ട് വന്നില്ലെങ്കിൽ ഇവിടെ ഒരു മാറ്റവും നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇതേ ഡിസ്കഷൻസ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഡിസ്കഷൻസ് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നായകടിയുടെ ഡോഗ് ബൈറ്റിന്റെ നമ്പർ കൂടുന്നതല്ലാതെ കുറയുന്നതായിട്ടോ റേബീസിന്റെ കേസുകൾ കൂടുന്നതല്ലാതെ കുറയുന്നതായിട്ടോ ഇത്രയും വർഷത്തെ ബോധവൽക്കരണത്തിന് ശേഷവും ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ നടന്നില്ലെങ്കിൽ ഈ പ്രശ്നം മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ്
എനിക്ക് മനസ്സിലാകുന്നത്. ഓക്കെ ഡോക്ടർ ഇന്നലെ തന്നെ അത് സൂചിപ്പിച്ചിരുന്നു. കാരണം വാക്സിൻ എത്ര കണ്ട് ഫലപ്രദം എന്ന ചർച്ചയ്ക്കും അപ്പുറം എന്തുകൊണ്ട് ഈ പട്ടികടി ഏൽക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. ഡോക്ടർ ഒരു സംശയം കൂടി ചോദിക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യവേ ഞാൻ അന്ന് എനിക്ക് കിട്ടിയ ഒരു ഡേറ്റയുടെ അനുസരിച്ച് ചെയ്ത ഒരു വാർത്തയിൽ സംസ്ഥാനത്ത് ഈ റാബീസ് വാക്സിൻ വിതരണം ചെയ്തതിൽ 1 ഡസൻ ബാച്ചസ് അത് കാലാവധി കഴിഞ്ഞതായിരുന്നു എന്നൊരു റിപ്പോർട്ട് ഞാനന്ന് വാർത്ത ചെയ്തിരുന്നു. അത് രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് വാർത്ത. ഇപ്പോൾ വീണ്ടും ഈ വാക്സിനുകൾ ഫലപ്രദമല്ല എന്ന തരത്തിലേക്ക് വാർത്തകൾ വരുമ്പോൾ ആശങ്കപ്പെടുന്ന സാഹചര്യം, വീണ്ടും അത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്യപ്പെടുന്നുണ്ടോ പോലെയുള്ള സാധ്യതകൾ സംഭവിക്കാനുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സംശയം നമുക്ക് മുന്നിൽ ഉണ്ടാവേണ്ടതുണ്ടോ? കാരണം വാക്സിൻ്റെ ഫലപ്രാപ്തി സംബന്ധിച്ച ആശങ്കകളാണല്ലോ വരുന്നത്. അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല. അതിന്റെ കാരണം ഇതാണ്. ഒന്ന്, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാകിസ്ഥാനിലെ പഠനങ്ങൾ, അവിടെയുള്ള പ്രബന്ധങ്ങൾ പോലെയുള്ള പഴയ കാലത്തെ കാര്യമാണ് കേട്ടോ, ഇപ്പോഴത്തെ കാര്യമല്ല ഞാനീ പറഞ്ഞത്. പണ്ടുള്ള പഠനങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഏറെക്കാലമുള്ള പവർ കട്ട്, അങ്ങനെ വാക്സിൻ സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും താരതമ്യേന ഇല്ലാത്ത ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അത് കേരളം തന്നെയാണ്. നമ്മുടെ മെച്ചപ്പെട്ട രീതിയിലുള്ള നമ്മുടെ ആശുപത്രി സാഹചര്യങ്ങൾ, ട്രെയിനിങ് സിദ്ധിച്ച നഴ്സുമാർ, നല്ല നിലവാരവും പഠനവുമുള്ള ഡോക്ടർമാർ, വെൽ ഓയിൽഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം, ആക്സസ്, അതായത് ഏത് നാട്ടിൻ പുറത്തും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഓടിച്ചെന്ന് ഒരു ക്ലിനിക്കിലെങ്കിലും ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ആക്സസ്, ഇതൊന്നും നമ്മുടെ രാജ്യത്തെ മറ്റു ഭാഗങ്ങളിൽ എല്ലായിടത്തും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കേരളം ആ രീതിയിൽ മെച്ചപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ ബാച്ചിന്റെ പ്രശ്നമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് ഇല്ല എന്ന് പറയുകയുള്ളൂ. അതിന് കാരണം ഇതാണ്. നമുക്കറിയാം, ആദ്യം മരിച്ച ആ കുട്ടിയുണ്ട്, അതായത് കോഴിക്കോട് ഭാഗത്ത് ഈ സീരീസിന്റെ ആദ്യത്തെ വിക്ടിം, ആ കുഞ്ഞിന് പേപ്പട്ടിയുടെ കടി ഏൽക്കുമ്പോൾ ആ കുഞ്ഞിനോടൊപ്പം തന്നെ മറ്റു പലർക്കും ഇതേ പേപ്പട്ടി കടിച്ചിരുന്നു. അവരെല്ലാവരും വാക്സിൻ എടുത്തിരുന്നു. അവർക്ക് ആർക്കും റേബീസ് വന്നിരുന്നില്ല. അപ്പോ ഈ വാക്സിൻ തെറ്റായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് ഫോൾട്ടി ആയിരുന്നെങ്കിൽ അവിടെ എല്ലാവർക്കും റേബീസ് വരുമായിരുന്നു, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ വാക്സിൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ 80% മരണനിരക്ക്. അങ്ങനെ അവിടെ സംഭവിച്ചതായിട്ട് നമ്മൾ കണ്ടില്ല. ആ കുഞ്ഞിന് മാത്രമാണ് നിർഭാഗ്യവശാൽ ഉണ്ടായത്. ആ കുഞ്ഞിനെ വളരെ ഭീകരമായിട്ട് ഈ നായ ആക്രമിച്ചതായിട്ടാണ് വാർത്തകൾ കണ്ടത്. അതുകൊണ്ട് ആഴത്തിലുള്ള മുറിവുകളിൽ ഈ നായയുടെ ഉമിനീരും അതിനകത്തുള്ള കോടിക്കണക്കിലുള്ള വൈറസുകളും ആ കുഞ്ഞിന്റെ ശരീരത്തിൽ കയറിപ്പറ്റിയാണ് അവിടെ മരണം ഉണ്ടായത്. അല്ലാതെ വാക്സിൻ ഫെയിൽ ചെയ്തിട്ടാണ് എന്നുള്ളത് അവിടെ തന്നെ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് പറയാൻ സാധിക്കും. അത് വാക്സിന്റെ ഫെയിലിയർ അല്ല എന്നുള്ളത്. പക്ഷേ സാങ്കല്പികമായിട്ട്, തിയറിറ്റിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ആ ചോദ്യം പ്രസക്തം തന്നെയാണ്. അത് ഗവൺമെന്റ് ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അത് നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാ ആംഗിൾസും നമ്മൾ പരിശോധിക്കണമല്ലോ. അങ്ങനെയുള്ള നീക്കം ഗവൺമെന്റിൽ നിന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഡോക്ടർ, ഒരുപക്ഷെ നമുക്കിത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഇതിൻ്റെ ഒരു കണക്കുകൾ വലുതായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ വലുതാവുന്നതിൻ്റെ കാരണം അതിൻ്റെ ആദ്യ ഉത്തരവാദി ഈ പട്ടിക്കടി നിയന്ത്രണം സാധ്യമാവാതെ പോകുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ തെരുവ് നായകളുടെ എണ്ണം വർദ്ധിക്കുന്നത് നിയന്ത്രിക്കാനുള്ള നമ്മുടെ ഒരു പദ്ധതിയും വിജയിക്കാതെ പോയതാണ്. അതിൻ്റെ ആദ്യ ഉത്തരവാദി അവരാണ്, അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഏതാണെങ്കിലും അവരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും തോന്നുന്നു, അല്ലേ? ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംസ്ഥാനത്ത് 1,00,000-ലധികം പേർക്ക് എങ്ങനെയാണ് തെരുവ് നായയുടെ കടി ഏൽക്കുന്നത് സാധാരണമാകുന്നത്, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്നത്, അത് സ്വീകാര്യമാകുന്നത്? അതെന്തുകൊണ്ട് മാറ്റാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് അതൊരു പ്രയോറിറ്റി ആയിട്ട് നമ്മൾ കാണുന്നില്ല? ഒരു സാധാരണക്കാരന് പുറത്തിറങ്ങി നടക്കാൻ, പേടി കൂടാതെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യം, അതെങ്ങനെയാണ് പബ്ലിക് ഹെൽത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്? ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ, അത് മിക്കവാറും ഇതിന് നിയമ നിർമ്മാണം തന്നെ വേണ്ടിവരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ ചാനൽ ചർച്ച ചെയ്തുകൊണ്ടൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാറ്റവും കൂടെ നടക്കാൻ പോകുന്നില്ല. ഇതിന് നിയമനിർമ്മാണം തന്നെ വേണ്ടിവരും. ഇറ്റ് ഈസ് എ പബ്ലിക് ഹെൽത്ത് ത്രെറ്റ്. നമ്മുടെ കുഞ്ഞുങ്ങൾ മരണപ്പെടുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. വളരെ നന്ദി ഡോക്ടർ രാജീവ് ജയദേവൻ ഇത്ര വിശദമായി തന്നെ സംസാരിച്ചതിന്. എന്തായാലും നമുക്ക് മുന്നിൽ ആദ്യ ഉത്തരവാദികൾ ഈ തെരുവ് നായ വർധനവ്, തെരുവ് നായ നിയന്ത്രണത്തിന് ഒരു പദ്ധതിയും വിജയിക്കാതെ പോകുന്ന ഒരു സംസ്ഥാനം എന്ന രീതിയിൽ കൂടി കേരളത്തിൻ്റെ ഈ സാഹചര്യത്തെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്തായാലും ഇത്തരം കേസുകൾ വരുമ്പോൾ വാക്സിൻ്റെ ഫലപ്രാപ്തി സംബന്ധിച്ച ചർച്ച സ്വാഭാവികമായും ഉയരും. എന്തായാലും അക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാവട്ടെ, ആ ജാഗ്രത കാണിക്കൽ ഉണ്ടാവട്ടെ.
എന്തായാലും ഏറെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് നമുക്ക് മുന്നിലുള്ളത്. തിരുവനന്തപുരത്തേക്ക് നമുക്കൊന്ന് മടങ്ങി പോകണം. തിരുവനന്തപുരത്ത് ഡാൻ കുര്യനുണ്ട്. ഡാൻ, കൊല്ലം സ്വദേശി 7 വയസ്സുകാരി പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരം എന്ന് തന്നെയാണ് ഒടുവിലും വരുന്ന റിപ്പോർട്ടുകൾ. സ്വാഭാവികമാണ്, നമുക്കറിയാം പേവിഷബാധ ഏൽക്കുന്ന സാഹചര്യത്തിൽ ചികിത്സകളുടെ ഒരു ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളുമാണ്. എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ്? എന്താണ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിൽ നിന്നും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? ആരോഗ്യസ്ഥിതി ഇന്നലത്തേതിന് സമാനമായ നിലയിൽ തന്നെയാണ് തുടരുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ വിശദാംശങ്ങൾ ഒന്നും ഔദ്യോഗികമായി ഇതുവരെ SIT ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടില്ല. സാധ്യമായതെല്ലാം ചെയ്യുന്നു ഈ 7 വയസ്സുകാരുടെ ജീവൻ രക്ഷിക്കാൻ എന്ന് ആശുപത്രി അധികൃതർ തന്നെ, SIT ആശുപത്രി സൂപ്രണ്ട് തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. അതേ സാഹചര്യമാണ് അവിടെ തുടരുന്നത്. പക്ഷേ ഇപ്പോഴും അവർക്ക് ആശങ്കയായി മാറുന്ന കാര്യം, ഈ വാക്സിൻ എടുത്ത ഒരു കുട്ടിക്ക് എങ്ങനെ ഈ പേവിഷബാധ ഏറ്റു? അവിടെയാണ് ഈ വാക്സിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചടക്കം ഒരുപാട് സംശയങ്ങൾ ജനിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ വേണ്ടിവരും. പെട്ടെന്ന് അത് സംബന്ധിച്ച ഒരു ഉത്തരം നൽകാൻ അവർക്ക് കഴിയുകയില്ല ആധികാരികമായി എന്ന് കൂടി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് സമാന്തരമായി ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഈ പേവിഷബാധയേറ്റ കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം SIT ആശുപത്രിയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. പക്ഷേ ആശ്വാസകരമായ വാർത്തകൾ കേൾക്കാനായി അല്പം കൂടി കാത്തിരിക്കേണ്ടി വരാം എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഇന്നലെ മാധ്യമങ്ങളെ SIT ആശുപത്രി സൂപ്രണ്ട് കണ്ടപ്പോൾ എന്തായിരുന്നു കുട്ടിയുടെ സ്ഥിതി, അത് തന്നെയാണ് ഇപ്പോഴും എന്നാണ് ലഭിക്കുന്ന ഒടുവിലത്തെ സൂചനകൾ. എന്തുകൊണ്ടാണ് ഡാൻ തുടരുക? എന്തായാലും എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ വാക്സിൻ എടുത്തിട്ടും രോഗപ്പകർച്ച ഉണ്ടാവുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണിത്. എന്തായാലും കേരളം അത് ചർച്ച ചെയ്യുക തന്നെ ചെയ്യണം, അതിന് പരിഹാരമുണ്ടാവണം. സാധ്യതകൾ പലതുണ്ട്. നേരത്തെ ഡോക്ടർ രാജീവ് ജയദേവനൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപക്ഷെ വാക്സിൻ സൂക്ഷിക്കുന്നതിൽ ഒരു പിഴവ് സംഭവിച്ചേക്കാം. അതായത് താപനില സംബന്ധിച്ച ഏറ്റക്കുറച്ചിലുകൾ ഒരുപക്ഷെ വാക്സിൻ്റെ ഗുണനിലവാരത്തെ ബാധിച്ചേക്കാം. അതല്ലെങ്കിൽ വാക്സിൻ ശരീരത്ത് പ്രയോഗിക്കുമ്പോൾ വേണ്ടത്ര രീതിയിലുള്ള പരിചയമില്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രയോഗതലത്തിൽ അതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതായത് അതിൻ്റെ ഫലപ്രാപ്തി സംബന്ധിച്ച് ആ പ്രയോഗത്തിലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. പക്ഷേ ഇത് 2 സാധ്യതകൾ മാത്രമാണ്. പക്ഷേ അതിനും അപ്പുറം എന്തുകൊണ്ടാണ് ഇത്രയധികം പട്ടികടി കേൾക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്നതാണ്. കാരണം ഒരു വാക്സിനും 100% ഫലപ്രദമല്ല. അത് പല സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ കേരളത്തിൽ ഇത്തരം ഒരു കണക്ക്, അതായത് വാക്സിൻ എടുത്തിട്ടും വിഷബാധ ഏൽക്കുന്നവരുടെ എണ്ണം കൂടുന്നതിൻ്റെ കാരണം പട്ടികടി കേൾക്കുന്നവരുടെ എണ്ണം ഇത്രയധികം ഉയരുന്നു എന്നതാണ്. ഡാൻ അല്പസമയം മുമ്പ് സംസാരിച്ച ഡോക്ടർ രാജീവ് ജയദേവൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. മോഡേൺ മെഡിസിൻ എത്ര കണ്ടു വളർന്നാലും വാക്സിൻ 100% പൂർണ്ണമായി വിജയം എന്ന് നമുക്ക് പറയുക വയ്യ. അതൊരു സാധ്യതയാണ്. 2, പട്ടികടിയേൽക്കുന്ന സ്ഥലവും ആ മുറിവിൻ്റെ തീവ്രതയും ഒക്കെ രോഗപകർച്ച ഉണ്ടാകാനുള്ള സാധ്യത അതിനെ കൂടുതലായി വലുതാക്കുന്നതാണ്. അവിടെ എല്ലാം ഉയരുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ഡോഗ് ബൈറ്റ്സ് കേസുകൾ വർദ്ധിക്കുന്നു എന്നതാണ്. 3 ലക്ഷത്തിലധികം കേസുകളാണ് കഴിഞ്ഞ വർഷം കേരളത്തിലുണ്ടായത്. ഇതൊരു പുരോഗമന സമൂഹത്തിന് ചേർന്ന കണക്കാണോ എന്ന ചോദ്യമാണ്. ABC പദ്ധതികൾ പോലെ എത്ര പദ്ധതികൾ പ്രഖ്യാപിക്കുകയും വാർത്തകൾ നിറയുകയും ചെയ്തതാണ്. നമ്മൾ തന്നെ ഓരോ ദിവസവും വാർത്തകളിൽ കുട്ടികളെ കൂട്ടത്തോടെ തെരുവുനായകൾ ഓടിച്ചിട്ട് ആക്രമിക്കുന്ന കാഴ്ചകൾ കണ്ടതാണ്. കുട്ടികളെ കടിച്ച് കൊല്ലുന്ന കാഴ്ചകൾ പോലും കണ്ടതാണ്. ഇക്കാര്യത്തിൽ ഈ ഘട്ടത്തിലെങ്കിലും സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഒരു പുനഃപരിശോധനയും നീക്കങ്ങളും ഉണ്ടാകുമോ? കഴിഞ്ഞ ദിവസം മന്ത്രി ചിഞ്ചുറാണി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു, ABC പദ്ധതികളിൽ പഞ്ചായത്തുകളാണ് പിന്നോട്ട് പോകുന്നതെന്ന് കാരണമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സർക്കാരിൻ്റെ ഈ മേഖലയിലെ പദ്ധതികളൊന്നും വിജയം കണ്ടിട്ടില്ല. അല്ലേ ഡാൻ? സജിത്ത്, അതായത് തെരുവുനായ ആക്രമണം തടയുന്നതിന് വേണ്ടി ഈ തെരുവുനായ ആക്രമണം വ്യാപകമായി മാറുന്ന സമയങ്ങളിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളും സജീവമായ ചർച്ചകളുമൊക്കെ നടക്കുന്നത്. മാധ്യമ വാർത്തകളിൽ നിന്ന് അതങ്ങ് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മന്ദഗതിയിലാകുന്ന സാഹചര്യമാണുണ്ട്. നമുക്കറിയാം, സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്ക് നേരെ കേരളത്തിലെ 900-ലധികം പഞ്ചായത്തുകളിലേക്ക് നേരിട്ടെത്തി ഈ പദ്ധതികൾ ഏകോപിപ്പിക്കാൻ കഴിയില്ല. അവിടെ കൃത്യമായ ഇടപെടൽ പഞ്ചായത്ത് തലത്തിൽ തന്നെ വേണം. പക്ഷേ പ്രായോഗികമായി ആ പദ്ധതികൾ, ABC പദ്ധതികളടക്കം നടപ്പിലാക്കുന്നതിൽ, പ്രത്യേകിച്ച് തെരുവുനായ വന്ധ്യീകരണം ഉൾപ്പെടെയുള്ള നടപടികൾ ഏറ്റവും ആധുനിക രീതിയിൽ നടപ്പിലാക്കുന്നതിൽ സാമ്പത്തികമായ ചെലവ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള പ്രത്യേക തുക ഈ ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി എത്ര കണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വെല്ലുവിളി ഉണർത്തുന്ന ചോദ്യം. മാത്രവുമല്ല, സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഈ തെരുവുനായ ആക്രമണത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിന് തടയിടുന്നതിന് വേണ്ടി എത്ര കണ്ട് ധനവിനിയോഗം നടത്തിക്കൊണ്ട്
ഈ പഞ്ചായത്തുകളുടെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയും, നടപ്പിലാക്കാൻ കഴിയും എന്നതൊക്കെയുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നായ്ക്കളെ കൊല്ലുന്ന നടപടി പല സ്ഥലങ്ങളിലും കൂട്ടമായി തെരുവ് നായ്ക്കളെ കൊല്ലുന്ന നടപടി ഉണ്ടായി. അപ്പോഴൊക്കെ ഈ പരിസ്ഥിതി പ്രവർത്തകർ, മൃഗസ്നേഹികൾ അവരൊക്കെ അതിനെതിരെ കടുത്ത തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തി. നിലവിലെ നിയമങ്ങളിൽ ഡോക്ടർ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയ പോലെ ചർച്ചകൾക്കപ്പുറത്തേക്ക് നിയമങ്ങളിലെ പൊളിച്ചെഴുത്ത് മാത്രമാണ് ഈ ഒരു വലിയ ആശങ്കയുണർത്തുന്ന ഭീഷണിക്ക്, വെല്ലുവിളിക്ക് പരിഹാരം കാണാനുള്ള ഏക പോംവഴി. അതായത് അപകടകാരികളായ നായ്ക്കളെ കൊല്ലുകയോ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നടപടിയിലൂടെ അതിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോവുകയോ ചെയ്യുന്ന ഒരു നടപടി, അത് പ്രായോഗികമായി എത്ര കണ്ട് വേഗത്തിൽ നടപ്പിലാക്കുകയോ അത്ര കണ്ട് ഈ അപകട ഭീഷണിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും. അത് നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇങ്ങനെയൊരു വലിയ ആശങ്കയുണർത്തുന്ന ഭീഷണിയിലേക്ക് നമ്മുടെ യുവതലമുറയെ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ തള്ളിവിടുന്നത്. അവിടെ ഏത് തരത്തിലായിരിക്കും ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നതാണ് ഇനി ശ്രദ്ധിച്ചു നോക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അറവ് മാലിന്യങ്ങൾ, അതായത് ഈ മത്സ്യം, മാംസങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തെരുവിൽ ഉപേക്ഷിക്കുന്നത്, തെരുവ് നായ്ക്കൾ ആ സ്ഥലങ്ങളിലേക്ക് കൂട്ടമായി എത്തുന്നതിനും കൂട്ടമായി ഈ മാലിന്യങ്ങൾ ഭക്ഷിച്ച് അവിടെ തന്നെ താമസിക്കുകയും പിന്നീട് അവിടെ കിടന്ന് പെറ്റുവരികയും അത് ജനജീവിതത്തിന്റെ ദുസ്സഹമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയുമൊക്കെ ചെയ്യുന്നത് തലസ്ഥാന നഗരത്ത് തന്നെ, പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ സമീപത്തും ഭീമാപ്പള്ളിക്ക് പോകുന്ന വഴികളിലുമൊക്കെ ഇതൊരു സാധാരണ കാഴ്ചയാണ്. അതായത് ഈ മത്സ്യക്കടകൾ ഒരു ശാസ്ത്രീയമായ നടപടികളും പാലിക്കാതെ മത്സ്യക്കടകൾ നടത്തുന്നു. അതിന് സമീപത്ത് ഈ മാലിന്യങ്ങൾ ഭക്ഷിക്കുന്നതിന് വേണ്ടി തെരുവ് നായ്ക്കൾ കൂട്ടമായി എത്തുന്നു. അത് സാധാരണ ആളുകൾക്ക്, വഴിയാത്രക്കാർക്കൊക്കെ വലിയ ഭീഷണിയായി മാറുന്ന തരത്തിൽ അവിടെ പെരുകി അവിടെ തന്നെ തങ്ങുന്നു. ഈ ഒരു സാഹചര്യത്തിന് പരിഹാരം കാണാനടക്കം നഗരസഭകളുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ കൂടി അനിവാര്യമാണ്. ഇപ്പോഴത്തെ അപകടകരമായ ഒരു പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ടെങ്കിലും അടിയന്തരമായി ഇടപെടൽ നടത്താൻ അവർ തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. വളരെ നന്ദി ഡാൻ. എന്തായാലും ഡാൻ സൂചിപ്പിച്ചതുപോലെ അത്തരം ഉയർന്നു പ്രവർത്തിക്കാൻ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സർക്കാരുകൾക്കും കഴിയട്ടെ. വൻകിട വികസന പദ്ധതികൾ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഒരു പുരോഗമന സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന കണക്കുകളല്ല, നാണം കെടുത്തുന്ന കണക്കുകളാണ് ഈ തെരുവ് നായ ആക്രമണവുമായി ബന്ധപ്പെട്ട് വരുന്നത്. കേരളം പലവട്ടം പലകുറി ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷേ അത് വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത് ഇപ്പോൾ ഞെട്ടിക്കുന്ന ഈ സാഹചര്യം നമുക്ക് മുന്നിൽ ഉണ്ടാവുന്നത് കൂടിയാണ്. നമുക്ക് ഈ